രണ്ടത്താണി പൂവഞ്ചന MK നഗറിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം ഒരുക്കി. ജാതിമതഭേദമന്യേ ഒട്ടേറെ പേരാണ് സംഗമത്തിൽ ഭാഗമായത്. രണ്ടത്താണി പൂവഞ്ചന MK നഗറിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം ഒരുക്കി. MK നഗർ അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി. പ്രദേശത്തിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള വീട്ടുകാരെയും സ്ത്രീകളെയും കുടുംബങ്ങൾ കുട്ടികളെയും എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ക്ഷണിച്ചിട്ടാണ് ഇവിടെ നോമ്പ് തുറ നടത്തുന്നത്. വർഷങ്ങളായി നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്ന പരിപാടിയാണ്. നമ്മളെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീകളും കുട്ടികളൊക്കെ മൊത്തത്തിൽ എല്ലാവരും ക്ഷണിച്ചിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടത്. ഏകദേശം ഒരു 500 ആൾ 550 ആളോളം ഏകദേശം ഉണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ മൊത്തം ഇവിടെയുള്ള ഈ പൗരസമിതി എന്ന് പറഞ്ഞ ആളുകളും ഒന്നിച്ച് പ്രവാസികളൊക്കെ കൂടി സഹകരിച്ചിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചെടുത്തിട്ടുള്ള പരിപാടിയാണ്. നാട്ടിലെ പ്രവാസി കൂട്ടായ്മയുടെയും ലുസൻ FC ക്ലബിൻ്റെയും കൂടി സഹകരണത്തോടെയാണ് ഇഫ്താർ ഒരുക്കിയത്. നാടിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മതസൗഹാർദ്ദവും സാഹോദര്യവും അതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും സാഹോദര്യ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള ഇഫ്താർ മീറ്റുകൾ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും യുവാക്കളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാവലുപിടിക പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിപ്പിക്കുന്ന ഇഫ്താർ മീറ്റാണ് വർഷങ്ങളായി ഈ പ്രദേശത്ത് നല്ല രീതിയിൽ നടത്തി വരികയാണ്. 5 വർഷത്തോളം തുടർച്ചയായി ഇഫ്താർ സംഗമം നടത്തി വരുന്നുണ്ട്. 4-5 വർഷമായി തുടർച്ചയായി MK നഗർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് വളരെ വിശാലമായിക്കൊണ്ട് ഈ പ്രദേശത്തെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് സമൂഹ നോമ്പുതുറ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കോർത്തിണക്കി കൊണ്ടുപോവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അനിവാര്യമായ ഘടകം കൂടിയാണ്. ജാതി മതഭേദമന്യേ പ്രദേശത്തെ ഒട്ടേറെ പേരാണ് സംഗമത്തിൽ ഭാഗമായത്. റംസാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ അവസാന 10ലേക്ക് കടക്കുകയാണ്. ഭക്തി നിർഭരമായ റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ എമ്പാടും വ്യാപകമായി സമൂഹ നോമ്പുതുറകൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൗരാവലി ഇതേപോലെയുള്ള ഒരു വൻ പരിപാടി എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ആഘോഷപൂർവ്വം ഇതിനകത്ത് പങ്കെടുത്ത് വളരെ സന്തോഷമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മതസൗഹാർദ്ദവും അതേപോലെ തന്നെ മതമൈത്രിയും ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ സന്ദേശവും ഒക്കെ അതിൻ്റെ പ്രസക്തി കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഒരാഘോഷ പരിപാടിയാണ്, ഒരു വ്രതാനുഷ്ഠാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ആശംസകൾ അർപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.